സമസ്ത 100ാം വാർഷികത്തിൻ്റെ മുഖ്യ ആകർഷണമാണ് 33,313 പേർ പങ്കെടുക്കുന്ന ക്യാമ്പ്. ആ ക്യാമ്പ് സൈറ്റിൻ്റെ വിവിധ ദൃശ്യങ്ങൾ പലപ്പോഴായിട്ട് കാണിച്ചു. ഇതിൻ്റെ പ്രധാന കമാനം നേരത്തെ ഉള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ കമാനവും അതുപോലെയുള്ള കുറേ അപ്ഡേഷൻ, കുറേ കാര്യങ്ങൾ കൂടി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ കമാനമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കൂടാതെ തന്നെ വിവിധ അപ്ഡേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു രാത്രി കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൂടി ഉദ്ദേശിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. മുഖ്യ കമാനം കഴിഞ്ഞ് രണ്ടാമത്തെ കമാനത്തിലേക്ക് ആളുകൾ കൃത്യമായി വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്നതെല്ലാം ഇതിൻ്റെ കൗണ്ടറുകളാണ്, രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ്. ഓരോ ദിവസവും എത്തി കൃത്യമായി രജിസ്ട്രേഷൻ ചെയ്ത് ഡെലിഗേറ്റ്സുകളെ ഈ പറഞ്ഞ നമ്പർ 33,313 പേരാണ് ഡെലിഗേറ്റ്സായിട്ട് പങ്കെടുക്കുന്നത്. അവരെത്തി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങളിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിശദമായ കാര്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യാം. രജിസ്ട്രേഷൻ കൗണ്ടർ കൂടി പൂർത്തിയായി കഴിയുമ്പോൾ പിന്നീട് എത്തുന്നത് ഇതാ ഈ കാണുന്ന റൗണ്ട് അബൌട്ടിലേക്കാണ്. ഈ റൗണ്ട് അബൌട്ട് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകളെ ഏതൊക്കെ സ്പേസിലേക്ക് അന്ന് തിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റൗണ്ട് അബൌട്ട് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ലോഗോ കൂടി ചേർത്തിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ടാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഇങ്ങനെ 3 സ്പേസുകളായിട്ടാണ് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 9 ഗേറ്റുകളുണ്ട്. 9 ഗേറ്റിൽ നമുക്കിത് കിട്ടുന്ന പാസുകൾ സ്കാൻ ചെയ്താണ് ഇതിനകത്തേക്ക് കയറേണ്ടത്. ഇതിൻ്റെ കൂടി പണി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ക്യാമ്പിൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി പൂർത്തിയായി. 9 ഗേറ്റുകളിൽ അവർക്ക് കൊടുത്ത ക്യാമ്പ് പ്രതിനിധികൾക്ക് കൊടുത്ത ഒരു QR കോഡ് അടക്കമുള്ള ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനടുത്ത് നിൽക്കുന്ന ആ സ്കാനറിൽ ഇവർ വന്നാൽ മതി. പേപ്പർലെസ് വർക്കാണെന്നുള്ളതാണ്. ആരും പേപ്പർ എഴുതി നമ്പറും ഫോണോ ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കാണിക്കുന്നു, അകത്ത് കയറുന്നു. ഇത് കടന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകാൻ ഇവരെ ഏൽപ്പിക്കപ്പെട്ട ദായിമാരും ഏൽപ്പിക്കപ്പെട്ട വോളണ്ടിയേഴ്സും ഒക്കെ വേറെ ഉണ്ടാകും. അവരങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇവിടെ എല്ലാം യാന്ത്രികമായിട്ട് നടക്കുമെന്നുള്ളതാണ്. ഈ കാണുന്ന ടെന്റ് ഇതൊരു ഹോസ്പിറ്റലാണ്. ഒരു ആശുപത്രിയാണ്. ഇവിടെ 16ഓളം ബെഡുകൾ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം. അത് ആശ്രം മിംസിന്റെയും അതോടൊപ്പം തന്നെ CM ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടു കൂടി പ്രധാനപ്പെട്ട ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ SKSFന്റെ മെഡിക്കൽ വിങ് ആയിട്ടുള്ള അവരുടെ വലിയ ഒരു പ്രാതിനിധ്യമുണ്ട്. അവർ ബാംഗ്ലൂർ സമ്മേളനത്തിൽ ചെയ്ത വർക്കുകൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ അവരിവിടെയും അവരുടെ സേവനം ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇന്ന് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റിന്റെ ടെസ്റ്റാണ് ഇന്ന് ഈ ജർമ്മൻ ടെന്റിനകത്ത് ഇപ്പോൾ നടന്നു. നമുക്ക് ഇതിനകത്തൂടെ തന്നെ ഒന്ന് കയറാം. നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഇവിടുത്തെ സൗകര്യത്തെക്കുറിച്ചും ഇന്നിവിടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കൗതുകം കൂടിയുണ്ട്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇവിടെ ഇത് വലിയ ഏകദേശം എത്ര മീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം? 200 മീറ്റർ ആണ്. 200 മീറ്റർ ആണ് സ്റ്റേജിലേക്കുള്ള ദൂരം. 40 മീറ്റർ വീതിയാണ് വരുന്നത്. അങ്ങനെ 3 ടെന്റുകൾ. അപ്പൊ അതിൽ ചെറിയൊരു കണക്ക് 320 ലൈറ്റ് മെറ്റൽ ജാം ലൈറ്റ് എന്നാണ്. വെച്ചാൽ ഒരു ടെന്റിനകത്ത് 320 ലൈറ്റുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 220 സീലിംഗ് ഫാനുകൾ. 220 സീലിംഗ് ഫാനുകൾ ഒരു ടെന്റിനകത്ത്. 6 ഹെലികോപ്റ്റർ ഫാനുകൾ ഒരു ടെന്റിനകത്ത്. അത്തരത്തിൽ 18 ഹെലികോപ്റ്റർ ഫാനുകൾ കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്റർ ഫാനുകൾ ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് എത്തിയതാണ്. ഇതിന്റെ ഫസ്റ്റ് യൂസ് ആണ് കേരളത്തിലെ. എനിക്ക് തോന്നുന്നു ഇവന്റിൽ ആദ്യമായിട്ടാണ് ഈ ഹെലികോപ്റ്റർ ഇവിടെയാണ് ആദ്യത്തെ യൂസ് ആണ്. മറ്റൊരു കാര്യമുള്ളത് ഹാങ്ങിങ് ബോക്സുകളാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ സമ്മേളനത്തിന് ചെന്ന് കഴിഞ്ഞാൽ മുൻപിൽ ബോക്സ് കാലിൽ പൊക്കിയിട്ടായിരിക്കും. കാഴ്ച മറക്കുന്ന ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അടുത്തൊക്കെ ഇരിക്കുന്നവർ. ഇവിടെ ഒരു പ്രശ്നമില്ല. അതിൽ ഒരു ഹാങ്ങിങ്ങിൽ തന്നെ 2 സെറ്റ് വരുന്നുണ്ട്. അത് 4000 വാട്ട്സ് ആണെന്നുള്ളതാണ്. ചെറിയ കുഞ്ഞി ബോക്സ് ആയിരിക്കും, പക്ഷെ ഹെവിയാണ്. 4000 ആണെന്നുള്ളതാണ്. മറ്റൊന്ന് ഹാങ്ങിങ് സ്ക്രീനുകൾ. ഇപ്പം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഴ്ച മറക്കുന്നതാണ്. പക്ഷെ ഇവിടെ വരുന്നത് ഹാങ്ങിങ് സ്ക്രീനാണ്. അത് ഒരു ടെന്റിനകത്ത് 12 ഹാങ്ങിങ് സ്ക്രീനുകൾ വരുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 200 മീറ്റർ നീളമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് സ്റ്റേജിലെ കാഴ്ച സ്വാഭാവികമായിട്ട് ദൃശ്യമാവില്ല. പക്ഷേ ഈ സ്ക്രീനുകൾ ഇത്രയുള്ളത് കൊണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ അവർക്ക് കാണാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ ടെന്റിനകത്തും ഏറ്റവും ആദ്യം
വലിയ അഥവാ 40x12 സൈസിലുള്ള വലിയ LED വാൾ ഏറ്റവും ഫ്രണ്ട് എന്ന് വെച്ചാൽ സ്റ്റേജ് വ്യൂ പോലെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ലൈറ്റ് ടെസ്റ്റ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ പ്രകാശഭൂരിതമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു രാത്രിയുടെ ഇപ്പോൾ എല്ലാ ഫാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു കൂള് നമുക്ക് ലഭിക്കുന്നുണ്ട്.